നമസ്കാരം. കേരളത്തെ പാടെ അവഗണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ് അവതരണം. കേരളത്തിന് പ്രതീക്ഷിച്ച എയിംസോ അതിവേഗ റെയിലോ പ്രത്യേക സാമ്പത്തിക പാക്കേജോ ഒന്നും തന്നെ ഈ ബജറ്റിൽ ഉണ്ടായിട്ടില്ല. സ്വന്തമായി ലഭിച്ചത് കടലാമ പരിചരണ കേന്ദ്രമാണ്. മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാമത് ബജറ്റിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനും വ്യാവസായിക വികസനത്തിനും മുൻതൂക്കമുണ്ട്. പുതിയ നികുതി ഇളവുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന തമിഴ്നാടിനും പശ്ചിമ ബംഗാളിനും പരിഗണനയുണ്ട്. പക്ഷേ കേരളത്തിന് പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ഒരു പരിഗണന ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് കേരളത്തിനെ സംബന്ധിച്ചൊരു നിരാശ തന്നെയാണ് ഈ മോദി സർക്കാരിൻ്റെ മൂന്നാം ബജറ്റിൽ ഉണ്ടായിരിക്കുന്നത്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ്റെ 9ാമത്തെ തുടർച്ചയായുള്ള ഒരു ബജറ്റായിരുന്നു ഇത്. പല തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ കേരളം പ്രതീക്ഷിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഈ ബജറ്റ് അവതരണം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച എയിംസോ അതിവേഗ റെയിൽപാതയോ ഒന്നും തന്നെ കേരളത്തിന് ലഭിച്ചില്ല എന്നുള്ളത് ഒരു നിരാശപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ബിനോയ് കൃഷ്ണനുണ്ട് ഇതൊന്ന് വിശദീകരിക്കാൻ. ബിനോയ്, കേരളത്തിന് പ്രത്യേകിച്ചൊന്നും ലഭിച്ചിട്ടില്ല. അതിവേഗ റെയിലുമില്ല, എയിംസുമില്ല. നിത വളരെ രസകരമായി തന്നെ ഇതിനെ കാണണം. കാരണം തെരഞ്ഞെടുപ്പ് നടക്കേണ്ടുന്ന 5 സംസ്ഥാനങ്ങൾ, ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കേണ്ടുന്ന 5 സംസ്ഥാനങ്ങൾ, ഒന്ന് കേരളം, തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമ ബംഗാൾ, അസം എന്നിവയാണ്. ഇതിലേതെങ്കിലും തരത്തിൽ പരിഗണന കിട്ടിയിട്ടുള്ളത് തമിഴ്നാടിനും പശ്ചിമ ബംഗാളിനും മാത്രമാണ്. കേരളത്തിന് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ. നമുക്ക് സ്വന്തമായി കിട്ടിയതാകപ്പാടെ ഒരു കടലാമ പരിചരണ കേന്ദ്രമാണ്. ബാക്കി പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ധാതു ഇടനാഴിയുണ്ട്. എറസിന്റെ ഒരു കോറിഡോർ പ്രഖ്യാപിച്ചിട്ടുണ്ട് 4 സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തി. അതിൽ ഒരു സംസ്ഥാനം കേരളമാണ്. സ്വാഭാവികമായിട്ടും ഈ കോറിഡോറിന്റെ ഇടയ്ക്ക് വരുന്നു എന്നുള്ളത് കൊണ്ട് കേരളം അതിൽ വന്നു പെട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ കാർഷിക രംഗത്ത് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന കാര്യം, തേങ്ങ, അതായത് നാളികേരം, കൊക്കോ, കശുവണ്ടി മേഖലകളിൽ ചില പരിഗണനകൾ, ചില പദ്ധതികൾ ഒക്കെ അതിന്റെയൊക്കെ റിവൈവലിന് വേണ്ടിയിട്ട് ചില പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് ഈ 3 ആയുർവേദ ഓൾ ഇന്ത്യ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രഖ്യാപിക്കുന്നുണ്ട്. അതിൽ ചിലപ്പം ഒരെണ്ണം കേരളത്തിന് വന്നേക്കും. ഇങ്ങനെയൊക്കെയുള്ള ചില പ്രതീക്ഷകളാണുള്ളത്. അതിനപ്പുറത്ത് നമ്മൾ ഏറെ ശ്രദ്ധയോടെ കാത്തിരുന്ന ചിലതുണ്ട്. ഒന്ന് എയിംസ് ആണ്. വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും സുരേഷ് ഗോപി അടക്കമുള്ള ആൾക്കാർ, BJP നേതാക്കളൊക്കെ എയിംസിന് ഏത് സ്ഥലം എന്നിവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബജറ്റ് വരുന്നത്. തൃശ്ശൂരില്ലെങ്കിൽ ആലപ്പുഴയിൽ കൊടുക്കും, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ കൊടുക്കും എന്നൊക്കെ അത് വെച്ചുള്ള ചില വിലപേശലുകൾ പോലും രാഷ്ട്രീയമായി ഇവിടെ നടന്നിട്ടുണ്ട്. സ്വാഭാവികമായും ഈ ബജറ്റിൽ എയിംസിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും, എന്തെങ്കിലും തരത്തിലൊരു പരാമർശം ഉണ്ടാകും എന്ന് നമ്മൾ കരുതിയിരുന്നു. എയിംസ് നമുക്കുണ്ടായിട്ടില്ല. അതുപോലെ അതിവേഗ റെയിൽ ഇടനാഴി, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകൾ അത് തന്നെയാണ്. അതായത് ശ്രീധരൻ മലപ്പുറത്ത് ഒരു ഓഫീസ് തുടങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം ഉടൻ തന്നെ ഈ അതിവേഗ റെയിലിന്റെ പണികൾ ആരംഭിക്കുകയാണ്. അതിന്റെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി പോലും ഇതുവരെ നടന്നിട്ടില്ല. DPR വന്നിട്ടില്ല. അതൊക്കെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പക്ഷെ അത്തരം ഒരു പ്രഖ്യാപനം കേന്ദ്ര സർക്കാർ നടത്തുന്നതിന് മുമ്പ് സംസ്ഥാന സർക്കാരിനെ പോലും അറിയിക്കാതെ ശ്രീധരൻ നടത്തുകയും അതിനുശേഷം ഇത് കേരള ബജറ്റിൽ അതൊരു ചർച്ചയായി പരാമർശമായി വരികയും അതിനുശേഷം CPM-ന്റെ നേതാക്കന്മാരടക്കമുള്ള ആൾക്കാർ, സർക്കാരിന്റെ പ്രതിനിധികളായിട്ടുള്ളവർ ഇക്കാര്യത്തിൽ അവർക്കുള്ള വ്യക്തതയും സൂചിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതായത് കേന്ദ്രം ഔദ്യോഗികമായി ഒന്നും പറഞ്ഞിട്ടില്ല. ശ്രീധരൻ എന്താണ് ചുമതല എന്ന് കേന്ദ്രം വ്യക്തമാക്കിയിട്ടില്ല. അങ്ങനെ വ്യക്തമാക്കട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. അതുപോലെ തന്നെ അങ്ങനെ ഒരു അതിവേഗ റെയിൽ വരികയാണെങ്കിൽ, കേരളയിലൊക്കെ പൊയ്ക്കോട്ടെ, കുഴപ്പമില്ല, നമുക്ക് അതിവേഗം സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടായാൽ മതി എന്നൊരു വിട്ടുവീഴ്ച മനോഭാവത്തിൽ വരെ അവർ രാഷ്ട്രീയമായി അല്പം താഴ്ന്നു നിന്നുകൊണ്ട് അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഒരു പരാമർശവും ഉണ്ടായിട്ടില്ല. അതേസമയം 7 അതിവേഗ റെയിൽ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിൽ കേരളത്തിലില്ല എന്നുള്ളതാണ്. തമിഴ്നാട്ടിൽ നിന്ന് 2 സർവീസ് ഉണ്ട്. അതായത് 7 ഇതൊക്കെയാണ്: മുംബൈ പൂനെ, പൂനെ ഹൈദരാബാദ്, ഹൈദരാബാദ് ബംഗളൂരു, ഹൈദരാബാദ് ചെന്നൈ, ചെന്നൈ ബംഗളൂരു, ഡൽഹി വാരണാസി, വാരണാസി സിലിഗുരി. ഇതിൽ പരിഗണന വന്നിരിക്കുന്നത്, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ പരിഗണന വന്നിരിക്കുന്നത് തമിഴ്നാട്ടിലും വെസ്റ്റ് ബംഗാളിലുമാണ്. സിലിഗുരി എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളാണ്. അതുപോലെ ചെന്നൈയിൽ നിന്ന് 2 സർവീസാണ് പോകുന്നത്. തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ലെങ്കിലും ഹൈദരാബാദിനും ബംഗളൂരിനും പരിഗണനയുണ്ട്. ഹൈദരാബാദിൽ നിന്ന് 2 സർവീസ് പോകുന്നുണ്ട്, ബംഗളൂരുവിൽ നിന്ന് 2 സർവീസ് പോകുന്നുണ്ട്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, കേരളം ഈ ബജറ്റ് പ്രഖ്യാപനത്തിന് തൊട്ട് മുമ്പ് 2 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ഒന്ന്, കേരളത്തിന്റെ ഈ നികുതി, അതായത് നമ്മുടെ കേരളത്തിന്റെ കടപരിധി കുറയ്ക്കുകയും നമുക്ക് കിട്ടേണ്ടുന്ന നികുതി വരുമാനത്തിൽ ചില കുറവുകൾ വരുത്തുകയൊക്കെ ചെയ്ത പശ്ചാത്തലത്തിൽ നമ്മളിപ്പോൾ ബജറ്റിലടക്കം പ്രഖ്യാപിച്ചിരിക്കുന്ന പല പരിപാടികളും പദ്ധതികളും നടപ്പാക്കണമെങ്കിൽ കേരളത്തിന് പ്രത്യേക പദ്ധതി കേന്ദ്ര ബജറ്റിൽ പറയേണ്ടതുണ്ട്. 21,000 കോടിയുടെ പ്രത്യേക പാക്കേജ് കേരളം ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ കാരണമായി ചൂണ്ടിക്കാട്ടിയത് ഇത് തന്നെയാണ്. അതായത് കേന്ദ്ര സഹായത്തിന്റെ കുറവും കടപരിധി കുറച്ചതും. അപ്പോൾ നമ്മുടെ വരുമാന നഷ്ടം നികത്തുന്നതിന് വേണ്ടിയിട്ട് 21,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് കേരളം ആവശ്യപ്പെട്ടിരുന്നു. നടന്നിട്ടില്ല. മറ്റൊന്ന്, 16ാമത് ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുള്ളത് സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം 1.93%. കേരളത്തിനുള്ള നികുതി വിഹിതം 1.93%. പക്ഷേ നിലവിലുള്ള സാമ്പത്തിക സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേരളം നമുക്ക് 2.79% അർഹതയുണ്ടെന്ന് വാദിച്ചിരുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ആകെ നികുതി വിഹിതം 42% നിന്ന് 50% ഉയർത്തണം എന്നുകൂടി കേരളം ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും പരിഗണിക്കപ്പെട്ടാൽ 42 നിന്ന് 50% ഈ ആകെ നികുതി വിഹിതം ഉയർത്തുകയും
കിട്ടുകയും അതിന്റെ 2.75% കിട്ടുകയും ചെയ്താൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ പല പദ്ധതികളും വലിയ തടസ്സം കൂടാതെ നടക്കും എന്ന് ചൂണ്ടിക്കാട്ടി ഒരു നിവേദനം കൂടെ കേരളം സമർപ്പിച്ചിരുന്നതാണ്. ഇതൊന്നും സംബന്ധിച്ച് ഒരു പരാമർശമോ പരിഗണനയോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതായത് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കേരളത്തിൽ 140 മണ്ഡലങ്ങളാണുള്ളത്, 9 രാജ്യസഭാംഗങ്ങളുണ്ട്. ഈ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഗണന ഒരു തെരഞ്ഞെടുപ്പ് കണക്കാക്കിക്കൊണ്ട് ഈ ബജറ്റിൽ കേരളത്തിന് കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ. അതേസമയം തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൽ 234 അസംബ്ലി മണ്ഡലങ്ങളുള്ള 18 രാജ്യസഭാംഗങ്ങളുടെ സ്പേസ് ഉള്ള തമിഴ്നാടിന് കുറച്ചുകൂടെ പരിഗണന കിട്ടി എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയൊക്കെ വളരെ കാര്യമായിട്ടാണ് ഇത്തവണ ഈ ബജറ്റിൽ പരിഗണിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും തമിഴ്നാടിനൊക്കെ വലിയ ഗുണം ചെയ്യും. വലിയ ടെക്സ്റ്റൈൽ വ്യാപാരം നടക്കുന്ന മേഖലയാണ്. അതിന്റെയൊക്കെ നികുതി വരുമാനങ്ങളൊക്കെ തമിഴ്നാടിന് കിട്ടത്തക്ക തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തിരിച്ചെത്താം. നമുക്ക് ചില അതിഥികളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധൻ ബിജയ് എബ്രഹാം ടെലിഫോണിൽ ചേരുകയാണ്. നമസ്കാരം ശ്രീ ബിജയ് എബ്രഹാം. പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും കേരളത്തിന് ലഭിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ഈ കേന്ദ്ര ബജറ്റിനെ ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? കേരള സംസ്ഥാനം 29 ഇന ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തന്നെ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിനു മുൻപും പേഴ്സണലായിട്ട് ധനമന്ത്രിയെ കാണുകയും പ്രധാനമന്ത്രിയെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഒന്നും ഒരു ഗുണം ഇന്നത്തെ ബജറ്റ് ഞാൻ രാവിലെ മുതൽ ശ്രദ്ധിക്കുകയായിരുന്നു. അതിന്റെ ഒന്നും ഒരു പ്രയോജനം നമ്മുടെ സംസ്ഥാനത്തിന് ഉള്ളതായിട്ട് കാണുന്നില്ല. അല്പം സന്തോഷം തോന്നിയത് ഈ റെയർ എർത്ത് മിനറൽ കോറിഡോറിൽ കേരളവും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു പ്രഖ്യാപന. പക്ഷെ ഇപ്പൊ ഞാൻ മറ്റൊരു വാർത്താ ചാനലിൽ കാണുകയായിരുന്നു. മിനിസ്റ്റർ രാജീവ് പറയുന്നുണ്ട് കേരളത്തിന്റെ ഉൾപ്പെടെയുള്ള ധാതു മണൽ ശേഖരം കേന്ദ്രം ഒരു പ്രത്യേക നിയമം കൊണ്ടുവന്നിട്ട് ഏറ്റെടുക്കാനുള്ള ഒരു പദ്ധതിയാണെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഒരു വിഭവം നമുക്ക് അതിന്റെ പ്രയോജനമൊന്നും ലഭിക്കില്ല. അത് നേരെ കേന്ദ്രം റെയർ എർത്ത് മിനറൽസിന്റെ ഖനനവും അതിന്റെ ഗവേഷണവും അതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നവും ഒക്കെ കേന്ദ്രത്തിന്റെ കയ്യിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് സംസ്ഥാനത്തിന് അതിന്റെ പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ അത് നമ്മള് ഈ ചവറയുടെ ചില പ്രദേശങ്ങളും കരുനാഗപ്പള്ളിയിലൊക്കെ ഉള്ളതുപോലെ വലിയ പാരിസ്ഥിതിക പ്രശ്നത്തിന് ചിലപ്പം കാരണമാണ്. നമുക്ക് അതിന്റെ ഒരു ഗുണവും ലഭിക്കുകയില്ല, മറിച്ച് പാരിസ്ഥിതിക ദുരന്തം നമ്മൾ ഏറ്റുവാങ്ങേണ്ടതായിട്ടുള്ളൊരു പ്രതിസന്ധി ഉണ്ടായേക്കാം. പിന്നെ കേരളത്തെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ഈ നാളികേര വികസനത്തിന് പ്രത്യേക പദ്ധതി. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നെന്ന നിലയിൽ ഒരുപക്ഷെ നമുക്ക് കർഷകർക്ക് അത് ചിലപ്പോൾ ഗുണം ചെയ്തേക്കാം. അതേപോലെ കൊക്കോ, കശുവണ്ടി, ചന്ദനം എന്നിവയ്ക്കൊക്കെ പ്രത്യേക പദ്ധതി ഉള്ളതായിട്ട് ഇന്നത്തെ പ്രഖ്യാപനത്തിൽ കണ്ടിരുന്നു. മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ട പ്രോത്സാഹനം, അതേപോലെ തന്നെ ഫിഷറീസ് മേഖലയിൽ 500 റിസർവോയർ സംരക്ഷിക്കും എന്ന് ഇന്നത്തെ പ്രഖ്യാപനത്തിൽ ബജറ്റ് പ്രസംഗത്തിൽ കേൾക്കുകയുണ്ടായി. പക്ഷെ കേരളം ഈ 500 റിസർവോയറിൽ കേരളത്തിലെ ഏതെങ്കിലും പ്രദേശങ്ങൾ ഉൾപ്പെടുമോ എന്നുള്ളതിനെ കുറിച്ച് നിശ്ചയമില്ല. കന്നുകാലി വളർത്തലിന് സബ്സിഡി ഉള്ളതായിട്ട് പറയുന്നു. ഇതൊക്കെ നീ നാളുകളിൽ അതൊക്കെ ഏത് വിധത്തിലാണ് കർഷകർക്ക് പ്രയോജനം ചെയ്യുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതേപോലെ തന്നെ എല്ലാ ജില്ലകളിലും വനിതാ ഹോസ്റ്റൽ, ഇത് കേരളത്തിൽ വളരെ മുൻപ് തന്നെ നമ്മുടെ സംസ്ഥാനം നടപ്പിലാക്കിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടുകൂടി ഇപ്പൊ തന്നെ ഷീ ഹോസ്റ്റലുകളൊക്കെ തന്നെ കേരളത്തിലെ വിവിധ നഗര കേന്ദ്രങ്ങളിലുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ പോലും മിക്ക ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾ ഇത് നടപ്പിലാക്കി വരുന്നുണ്ട്. പിന്നെ കേരളത്തിന്റെ എടുത്തു പറഞ്ഞത് കടലാമ സംരക്ഷണ പദ്ധതി, പരിപാലന പദ്ധതി എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഇതിലിപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള പ്രഖ്യാപനങ്ങൾ കേരളം പ്രതീക്ഷിച്ച പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ താങ്കൾ ഈ പറഞ്ഞതുപോലെ ഈ ആയുർവേദത്തിനെ കുറിച്ചും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കൂടുതൽ രീതിയിലുള്ള സ്ത്രീകൾക്കായി പ്രത്യേക പരിഗണന അതൊക്കെ ലഭിക്കുമ്പോൾ ഒരുപക്ഷെ കേരളത്തിനും കൂടി അതിന്റെ ഒരു ഭാഗമാകാൻ കഴിയുമെന്ന് നമുക്ക് കരുതാം. മേഡം, അതിനകത്ത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഇന്നത്തെ ഒരു പ്രഖ്യാപനം മെഡിക്കൽ ടൂറിസം ഹബ്ബ് സ്ഥാപിക്കും, സ്വകാര്യ മേഖലയുമായി ചേർന്നുകൊണ്ട് സ്ഥാപിക്കപ്പെടുമെന്നാണ് പറയുന്നത്. പക്ഷെ എവിടെയാണെന്ന് ബജറ്റിൽ പറയുന്നില്ല. അത് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന, കാരണം കേരളം മെഡിക്കൽ ടൂറിസത്തിൽ രാജ്യത്തിൽ തന്നെ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പം അതേപോലെ തന്നെ ഈ ജെറിയാട്രിക് കെയറിന് വേണ്ടിയിട്ട് 1.5 ലക്ഷം കെയർ ഗീവേഴ്സിനെ പരിശീലിപ്പിച്ച് പുറത്തിറക്കുമെന്നും ബജറ്റിൽ പറയുന്നുണ്ട്. ഇപ്പൊ ജെറിയാട്രിക് ഒരു വലിയ പ്രശ്നം കേരളവും തമിഴ്നാടുമാണ് പ്രായമായവർ ഏറ്റവും അധികം ഉള്ള ഒരു സംസ്ഥാനം എന്ന നിലയിൽ അടയാളപ്പെടുത്തുന്നത്. ഈ കേരളം ഇപ്പൊ തന്നെ ജെറിയാട്രിക് കെയറിന് പരിശീലനം നൽകുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരാഴ്ച മുമ്പ് 1000 പേര് ഡെൻമാർക്കിലേക്ക് പോകുന്നതിന് വേണ്ട പരിശീലനം പൂർത്തിയാക്കി ഡാനിഷ് ഭാഷ പരിശീലനം അവരുടെ എംബസിയുമായിട്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നുണ്ട്. 35,000-ഓളം ഹെൽത്ത് കെയർ മേഖലയിലെ കെയർ ഗീവേഴ്സിന് ഡെൻമാർക്ക് എന്ന് പറയുന്ന ഒരു രാജ്യത്ത് തന്നെ ആവശ്യമുണ്ട്.
ലോകത്തെമ്പാടും മലയാളികളായിട്ടുള്ള നഴ്സിംഗ് മേഖലയിലുള്ള ആളുകൾ ഈ കെയർ ഗീവേഴ്സ് എന്ന നിലയിൽ ലോകത്തെമ്പാടും ഉണ്ട്. ഇപ്പൊ നമ്മുടെ കുടുംബശ്രീയും ആ മേഖലയിലേക്ക് കടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇതിന്റെ ഒക്കെ പ്രയോജനം ചിലപ്പോൾ കേരളത്തിന് ലഭിച്ചേക്കാം. അതേപോലെ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസസ് പോലെ തന്നെ ആയുർവേദത്തിൽ ഒരു ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുമെന്ന് ഒന്നല്ല 3 എണ്ണത്തെ കുറിച്ച് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ 3 എണ്ണം ഇന്ത്യയിൽ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അതെവിടെയാണെന്ന് പറയുന്നില്ല. ഇപ്പൊ ആയുർവേദത്തിൽ മറ്റേത് സംസ്ഥാനത്തെക്കാട്ടിലും അതിന്റെ അകത്ത് ചികിത്സയിലാണെങ്കിലും ഗവേഷണത്തിലാണെങ്കിലും മരുന്ന് നിർമ്മാണത്തിലൊക്കെ തന്നെ നമുക്ക് ഒരു അപ്രമാദിത്വം രാജ്യത്തുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. അപ്പം ഇതാണ് ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരുപക്ഷെ കേരളത്തിന് പ്രയോജനപ്പെട്ടേക്കാവുന്ന മറ്റൊരു സാധനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി. നമ്മൾ ഈ ഹോട്ടൽ ഇൻഡസ്ട്രി, ടൂറിസവുമായി ബന്ധപ്പെട്ട് ഹോട്ടൽ ഇൻഡസ്ട്രി ഒക്കെ ഉള്ളത്. അപ്പൊ ഇതിന്റെ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി സ്ഥാപിക്കുമെന്ന് പറയുന്നു. അത് ഏതെല്ലാം സംസ്ഥാനത്താണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു പക്ഷേ കേരളം സമ്മർദ്ദം ചെലുത്തിയാൽ ലഭിച്ചേക്കാം. ഇന്ത്യയിൽ ടൂറിസം മേഖലയിലും ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലും 1ാം സ്ഥാനം ഉള്ള ഒരു സംസ്ഥാനം നമ്മുടെ. ഏറ്റവും അധികം 5 നക്ഷത്ര ഹോട്ടലുകളും 7 നക്ഷത്ര ഹോട്ടലുകളും റിസോർട്ടുകളും ഉള്ള ഒരു സംസ്ഥാനമാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ഉള്ള ഒരു സംസ്ഥാനം എന്ന നിലയിൽ ഒരുപക്ഷെ കേരളം സമ്മർദ്ദം ചെലുത്തിയാൽ ലഭിച്ചേക്കാം. കേരളത്തിന് 3 കേന്ദ്രമന്ത്രിമാരുണ്ടെന്ന് ഓർക്കണം. സുരേഷ് ഗോപിയും ജോർജ് കുര്യനും അതേപോലെ മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അവരുടെയൊക്കെ ഒരു ഇടപെടലുകൾ മാത്രമേ പ്രതീക്ഷിക്കാൻ വകയുള്ളൂ. അതോടൊപ്പം തന്നെ കേരളത്തിലുള്ള MP-മാരും സമ്മർദ്ദം ചെലുത്തണം. പക്ഷെ ഇതൊന്നും കേരളത്തിന് ഗുണകരമാകുമെന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അതോടൊപ്പം തന്നെ ഏതാണ്ട് 10,000-ഓളം ടൂറിസ്റ്റ് ഗൈഡ്സിനെ 12 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ഹൈബ്രിഡ് മോഡിലുള്ള പരിശീലനമൊക്കെ നൽകി പുറത്തിറക്കുമെന്ന് പറയുന്നു. അപ്പം നമുക്കാണെങ്കിൽ ടൂറിസം മേഖലയിൽ ഇന്ത്യയിൽ തന്നെ ലീഡിംഗ് സ്റ്റേറ്റ് എന്ന നിലയിൽ ആ പരിശീലന പരിപാടിയിൽ കൂടെ ഇപ്പൊ ഗൈഡിന്റെ ലൈസൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തൊഴിൽ കണ്ടെത്തുന്നതിന് കുറച്ച് ചെറുപ്പക്കാർക്കൊക്കെ സാധിക്കുമായിരിക്കും. അതേപോലെ ഒരു പ്രഖ്യാപനമുണ്ട് ഈ ഹൈക്കിങ്ങും ട്രക്കിങ്ങും എക്സ്പീരിയൻസിന്. അതിന് പക്ഷേ നമ്മുടെ കേരളമില്ല. അപ്പൊ പശ്ചിമഘട്ട മലനിരകളുള്ള ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിൽ ധാരാളം ഹൈക്കിങ്ങിനും വനമേഖലയിൽ ഹൈക്കിങ്ങിനും മലയോര മേഖലയിൽ ട്രക്കിംഗ് പാത്തുകളുള്ള ഒരു സ്റ്റേറ്റാണ് നമ്മുടെ. ഇപ്പൊ എനിക്ക് തന്നെ അറിയാം, ഈ മീശപ്പുലി മലയിലും കൊരങ്ങണി മലയിലും ചൊക്രമുടിയിലും ഇതൊക്കെ നമ്മുടെ ഇടുക്കിയിലുള്ള പ്രദേശങ്ങളാണ്. അതേപോലെ ആനമല ട്രക്കിംഗ് ഒക്കെ വളരെ പ്രസിദ്ധമാണ്. അപ്പൊ കേരളത്തിൽ ഒരുപാട് വനമേഖലകളും മലനിരകളുമുള്ള സംസ്ഥാനത്ത് അത്തരമൊരു ഹൈക്കിംഗ് ട്രക്കിംഗ് എക്സ്പീരിയൻസ് നൽകുന്ന പദ്ധതിയിൽ കേരളം ഉൾപ്പെട്ടിട്ടില്ല. അതിനകത്ത് ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശും നോർത്ത് ഈസ്റ്റിലെ ഏതൊക്കെയോ പ്രദേശങ്ങളാണ് ഉള്ളതെന്ന് പറയുന്നു. അപ്പം ഇങ്ങനെ യഥാർത്ഥത്തിൽ കേരളത്തെ പരിഗണിക്കേണ്ടതായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പ് വർഷം എന്ന നിലയിൽ കേരളത്തിന് കുറേയും കൂടെ ശ്രദ്ധ ഉണ്ടാകുമെന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ ദേശീയ ബജറ്റ് ഉണ്ടായപ്പം ആന്ധ്രാപ്രദേശിന്റെയും ബീഹാറിന്റെയും ബജറ്റായിരുന്നു. ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ 2 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള MP-മാരുടെ പിന്തുണയോടുകൂടി മാത്രമേ കേന്ദ്ര സർക്കാരിന് നിലനിൽക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് വാരിക്കോരി ബീഹാറിനും ആന്ധ്രാപ്രദേശിനും നൽകിയത് കഴിഞ്ഞ ബജറ്റിൽ നമ്മുടെ മുമ്പിൽ അറിവുള്ളതാണ്. ഒരു പക്ഷേ ഈ ബജറ്റിൽ കേരളവും തമിഴ്നാടും തെരഞ്ഞെടുപ്പിന് മുൻപിൽ നിൽക്കുമ്പം പരിഗണിക്കുമെന്നൊക്കെ വ്യാമോഹിച്ചു. പക്ഷെ ഇത് വേറൊരു വ്യാമോഹം മാത്രമായിരുന്നു എന്നുള്ളതാണ് സങ്കടകരമായ ഒരവസ്ഥ. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, അതായത് ഈ പുതിയ ആദായ നികുതി നിയമം കൂടി പ്രഖ്യാപിച്ചല്ലോ, അത് ഏതൊക്കെ തരത്തിലാകും ബാധിക്കുക? ആദായ നികുതി നിയമത്തില് പുതിയതായിട്ട് ഉള്ളതായിട്ട് എന്റെ അറിവിലില്ല. കഴിഞ്ഞ വർഷം ആദായ നികുതി നിയമത്തിനകത്ത് ഒരുപാട് റിലാക്സേഷൻസ് ഈ കഴിഞ്ഞ വർഷമാണ് വരുത്തിയത്. ഇപ്പം ഒരു സെക്കൻഡ്, അതിനകത്ത് കഴിഞ്ഞ വർഷം ഉണ്ടായത് പ്രത്യേകിച്ച് 3 ലക്ഷം വരെ 4 ലക്ഷം വരെ ഉള്ളവർക്ക് നികുതിയില്ല. 5% നികുതി നൽകേണ്ടത് 4 മുതൽ 8 ലക്ഷം വരെ ഉള്ളവർക്ക്. അതേപോലെ 10% നികുതി 8 മുതൽ 12% വരെ. അപ്പം കഴിഞ്ഞ വർഷമാണ് അതിനകത്ത് വേണ്ട ഒരു മാറ്റം ഉണ്ടായത്. പിന്നെ നമ്മൾക്ക് ആദായ നികുതിയുമായി ബന്ധപ്പെട്ട നിയമം ഒരുപാട് ലളിതവൽക്കരിച്ചിട്ടുണ്ട്. 1961 ഇന്ത്യയിൽ ഇൻകം ടാക്സ് റൂൾസ് വരുന്നത്. അതിനകത്ത് ഒരുപാട് സിംപ്ലിഫൈ ചെയ്തു എന്നും സാധാരണ പൗരന്മാർക്ക് വരെ ആദായ നികുതി റിട്ടേൺ സബ്മിറ്റ് ചെയ്യത്തക്ക രീതിയിൽ അതിന്റെ റീഡിസൈൻ ചെയ്തു എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. പിന്നെന്താണ്, ഈ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ഒക്കെ വരുമ്പം IT-യിനകത്ത് നിന്ന് എക്സംഷൻ കൂടാ നല്ല കാര്യമാണ്. ഇപ്പൊ മോട്ടോർ അപകടമുണ്ടായി അതിന്റെ നഷ്ടപരിഹാരം കിട്ടുന്നതിനകത്തുനിന്ന് നികുതി കൊണ്ടുപോകുന്നത് അന്യായമായ ഒരു കാര്യമാണ്.
കാരണം നിരാലംബരായിട്ടുള്ള മനുഷ്യരായിരിക്കും, കിടക്കയിൽ കിടക്കുന്ന ആളുകൾക്കൊക്കെ. അപ്പൊ അത്തരം നഷ്ടപരിഹാരത്തിന് നികുതി ഒഴിവാക്കി കൊടുക്കുന്നു എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. അപ്പം ഇതൊക്കെയാണ്, അല്ലാതെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട് കാര്യമായ മാറ്റമില്ല. പിന്നെ TDS-ഉം TCS-ഉമായി ബന്ധപ്പെട്ട് ചെറിയ ഒറ്റപ്പെട്ട ഇളവുകളൊക്കെ പറയുന്നത് ഞാൻ ഓർമ്മയിൽ നിന്നാണ് ഇത് പറയുന്നത്. ഈ പ്രത്യേകിച്ച് വിദേശ വിനോദയാത്രയിൽ TCS 5% നിന്ന് 2% കുറച്ചു എന്നും, പിന്നെ ITA-യുടെ TDS സബ്മിറ്റ് ചെയ്യാൻ March 31 വരെ നീട്ടി നൽകിയെന്നും, മാൻ പവർ സർവീസസ് സപ്ലൈ ചെയ്യുന്നവർക്ക് TDS ഏതാണ്ട് 1 മുതൽ 2% വരെയായിട്ട് കുറച്ചു. ഇത്തരം ചില ഇതൊക്കെ ആണ് എന്റെ ഓർമ്മയിൽ. ഞാൻ ബജറ്റ് കേട്ടതേ ഉള്ളൂ, ആ ഡോക്യുമെന്റ് എന്റെ കൈവശം ഇല്ല. ഇതിൽ നിന്ന് എനിക്ക് പറയാനായിട്ടുള്ളത്. പക്ഷെ ഇതൊന്നുമല്ല കേട്ടോ, കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു നഷ്ടം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. ഇപ്പൊ 16ാമത് ധനകാര്യ കമ്മീഷൻ ഇപ്പൊ പ്രഖ്യാപിക്കപ്പെട്ടതായിട്ട് ഇന്ന് ബജറ്റിൽ പറയുണ്ടായി. 16th ഫിനാൻസ് കമ്മീഷൻ വരുമ്പോൾ കേരളം ഏറ്റവും പ്രതീക്ഷിച്ചിരുന്നത് സംസ്ഥാനങ്ങൾക്ക് പങ്കുവയ്ക്കുന്ന നികുതി വിഹിതത്തിന്റെ അളവെന്ന് പറയുന്നത് നിലവിലുള്ള 41%-ൽ 50% ആക്കണമെന്ന് നമ്മൾ മാത്രമല്ല, ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളും ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ഫിനാൻസ് കമ്മീഷൻ അടുത്ത്. അതിൽ വർധനവുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മളോട് ഇപ്പൊ പറയുന്നത് 41% പക്ഷെ കസ്റ്റംസ് ഡ്യൂട്ടിയൊക്കെ ഇളവ് നൽകിയിട്ട് സെസ്സും സർചാർജും പിരിക്കുന്നുണ്ട്. ഏതാണ്ട് 6 ലക്ഷം കോടി രൂപയോളം ഓരോ വർഷവും കേന്ദ്ര സർക്കാർ ഈ വിധത്തിൽ പിരിച്ചെടുക്കുന്നത് സംസ്ഥാനങ്ങളുമായിട്ട് പങ്കുവെക്കുന്നില്ല എന്ന് പറഞ്ഞാൽ 41% സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വിഹിതം, നികുതികളുടെ വിഹിതം, ധനകാര്യ കമ്മീഷൻ വഴി നൽകുന്ന വിഹിതം, അത് ഫലത്തിൽ 30% അല്ലെങ്കിൽ 31% ഫലത്തിൽ വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് കേരളം ഇതിനെ 50% ഈ വിഹിതം ഉയർത്തണമെന്ന് പറഞ്ഞത്. പ്രഖ്യാപിക്കപ്പെട്ട 41, ഫലത്തിൽ 30% ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ സംസ്ഥാനത്തിന് ലഭിക്കേണ്ടുന്ന, കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ടത് ന്യായമായിട്ടുള്ള വിഹിതത്തിന്റെ വർധനവൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സങ്കടകരം. പിന്നെ ഏതാണ്, നമ്മൾ ഇന്ന് ഹൈസ്പീഡ് റെയിൽ കോറിഡോർ പ്രഖ്യാപിച്ചതിനകത്ത് കേരളമില്ല. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ഈ വന്ദേ ഭാരത് ട്രെയിനുകളിൽ ഏറ്റവും അധികം കളക്ഷൻ ഉള്ള ഇന്ത്യയിലെ സംസ്ഥാനം കേരളമാണ്. തിരുവനന്തപുരം, കാസർഗോഡ് വന്ദേ ഭാരത് നമ്മളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ കാണും. ഏറ്റവും അധികം പാസഞ്ചേഴ്സ് ഉള്ള, വെയിറ്റിംഗ് ലിസ്റ്റിൽ പാസഞ്ചേഴ്സ് കടക്കുന്ന, ഏറ്റവും അധികം ഓക്കുപൻസി ലിസ്റ്റുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്ന ഒരു മേഖലയാണ് കേരളം. പക്ഷെ കേരളത്തിന് റെയിൽവേയുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രയോജനവും ലഭിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ നോക്കുമ്പം വളരെ നിരാശാജനകമാണ് ബജറ്റ്. സങ്കടം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. വളരെ നന്ദി സാർ പ്രതികരിച്ചതിന്. എന്തായാലും കേരളം പ്രതീക്ഷിച്ച തരത്തിലേക്കുള്ള ഒരു പ്രഖ്യാപനമൊന്നും ലഭിച്ചിട്ടില്ല. ഈ ലഭിച്ചതിൽ ഏതെങ്കിലും തരത്തിൽ കേരളത്തിന് പ്രയോജനകരമാകുമോ എന്നുള്ളതാണ് ഇനി വരും സമയങ്ങൾ അറിയേണ്ടത്. 7 അതിവേഗ റെയിൽ ഇടനാഴികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. പക്ഷേ ആ ലിസ്റ്റിൽ കേരളം എത്തിയിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്നുള്ളത് ഈ സ്ത്രീകൾക്കുള്ളൊരു പ്രഖ്യാപനങ്ങളാണ്. എല്ലാ ജില്ലകളിലും വനിതാ ഹോസ്റ്റലുകൾ സ്ഥാപിക്കുമെന്നുള്ള കാര്യം ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ബിനോയ് തുടരുന്നുണ്ട്. ബിനോയ്, നമ്മൾ ഈ പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നേരത്തെ പറഞ്ഞതുപോലെ ആയുർവേദം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്ത്രീകൾക്കുള്ള പ്രഖ്യാപനങ്ങൾ, ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ കേരളത്തിനും കൂടി പ്രയോജനപ്പെടുത്താവുന്ന തരത്തിലല്ലേ? 2 തരത്തിലാണ് നീത ഇതിനെ കാണേണ്ടത്. ഒന്ന്, നമ്മളിതിനെ രാഷ്ട്രീയമായി കാണണം. കാരണം കേന്ദ്രം ഭരിക്കുന്ന സർക്കാരല്ല കേരളം ഭരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ കേന്ദ്രത്തിൽ ഒരേ ഒരു പ്രാതിനിധ്യം എന്ന് പറയുന്നത് ഒരൊറ്റ MP മാത്രമാണ്, സുരേഷ് ഗോപി മാത്രമാണ്. അദ്ദേഹത്തിന് ഒരു സഹമന്ത്രി സ്ഥാനവുമുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന് കേരളം BJP, അതായത് ഭരിക്കുന്ന പാർട്ടിക്ക് വലിയ പ്രാതിനിധ്യം കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഒരു അവഗണന കുറച്ചു കാലമായി ഉണ്ട്. അതുകൊണ്ടാണ് അവഗണന എന്ന തരത്തിൽ എത്രയോ കാലമായി രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തേത്, ഫെഡറൽ സംവിധാനം അനുസരിച്ച് ഓരോ സർക്കാരും നൽകുന്ന, അതായത് കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്ന നികുതി വരുമാനമുണ്ട്, GST അടക്കമുള്ള കാര്യങ്ങളിൽ. ഇത് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ആനുപാതികമായി തിരിച്ചു കിട്ടേണ്ടുന്ന ഒരു വിഹിതം കൂടെയുണ്ട്. ഈ 2 കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് ഒരു ബജറ്റ് വരുമ്പോൾ, ഒരു കേന്ദ്ര ബജറ്റ് വരുമ്പോൾ സംസ്ഥാനങ്ങൾ ഈ ഫെഡറൽ സംവിധാനത്തിന്റെ ഒരു ഘടകം എന്നുള്ള നിലയ്ക്ക് അതിനെ പ്രതീക്ഷിക്കുന്നത്. ഓരോ സംസ്ഥാനവും സ്വയം പര്യാപ്തമാകുകയും ആ സംസ്ഥാനത്ത് നിന്ന് നികുതി വരുമാനം യൂണിയൻ സംവിധാനത്തിലേക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു ലെവലിലാണ്, തിരിച്ചു കിട്ടുകയും ചെയ്യേണ്ടതാണ്. ഇതിനൊക്കെ ഒരു നീതിയുള്ള നികുതി അനുപാതം ഉണ്ടാവണം. നീതിയുള്ള ഒരു അനുപാതം പരസ്പരം ഉണ്ടാകണം എന്നുള്ളതാണ് അതിന്റെ ഒരു ധാരണ. ഇത് കഴിഞ്ഞ കുറച്ചു കാലമായി ലംഘിക്കപ്പെടുന്നു എന്നുള്ളതാണ് കേരളം ഇതിനെ, അതായത് വലിയൊരു അവഗണനയാണ് കേന്ദ്രത്തിൽ നിന്ന് നേരിട്ടത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് കാരണമാകുന്നത്. പലപ്പോഴും നമ്മുടെ സംസ്ഥാനത്തിന്റെ ധനമന്ത്രി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യമാണ്. കേന്ദ്രം വല്ലാതെ ഞെരുക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിന്റെ കടപരിധി പോലും വെട്ടിക്കുറച്ച് കടമെടുക്കാനുള്ള അനുമതി നൽകാതെ, അതേസമയം സംസ്ഥാനം കടമെടുത്താലും കുഴപ്പമില്ലാത്ത സാമ്പത്തിക അവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് അദ്ദേഹം കഴിഞ്ഞ ബജറ്റിൽ വിശദീകരിക്കുകയും ചെയ്തു. ഇത്തരം സാഹചര്യങ്ങളിലാണ് ഒരു രാഷ്ട്രീയമായ ഞെരുക്കൽ ഇവിടെയുണ്ട്, രാഷ്ട്രീയമായ ഒരു അവഗണനയുണ്ട്. അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് വരുന്ന സമയത്ത് അത് നീതി ഇല്ലാത്ത രീതിയിൽ
ആനുപാതികമല്ലാതെ വീതം വെക്കുന്നു എന്ന തരത്തിൽ നമുക്ക് കാണേണ്ടി വരുന്നത്. മറ്റൊന്ന്, ഈ പറഞ്ഞ അദ്ദേഹം പറഞ്ഞതുപോലെ, നേരത്തെ ബിജി ഇബ്രാഹിം പറഞ്ഞതുപോലെ, ഇതൊന്നും കേരളത്തിന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള സംഗതികളല്ല. ഈ അഡീഷണൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് കൂടി മുതലാക്കാവുന്ന തരത്തിലാണ് ചില പദ്ധതികൾ, പേര് പറയാത്തതോ സ്ഥലം പറയാത്തതോ എന്ന് പറയുമ്പോൾ ഇതൊന്നും നമുക്ക് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള അല്ല. അത് രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുന്ന ആരോ ഏറ്റവും കൂടുതൽ സർക്കാരിലേക്ക് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടിയിലേക്ക്, ഭരിക്കുന്ന സംവിധാനത്തിന് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പ്രാതിനിധ്യമോ ഗുണമോ കൊടുക്കുന്ന സംവിധാനങ്ങൾ കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയാൽ അത് അവരുടെ വഴിക്ക് പോകും എന്നുള്ളതാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. നിത, ശരി, ബിനോയാണ് വിവരങ്ങൾ നൽകിയത്. ഒരു മണിക്കൂർ 26 മിനിറ്റ് നീണ്ടുന്ന ബജറ്റ് അവതരണമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ പ്രതികരിക്കാൻ കോൺഗ്രസ് നിന്നും VR അനൂപ് കൂടി ടെലിഫോണിൽ ചേരുകയാണ്. നമസ്കാരം ശ്രീ അനൂപ്. ഈ പ്രതീക്ഷിച്ച പ്രഖ്യാപനങ്ങളോ പദ്ധതികളോ ഒന്നും കേരളത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇന്നത്തെ ഈ ബജറ്റ് അവതരണത്തെ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായും ഇതൊരു പതിവ് പ്രഹസനമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ നമുക്കറിയാം, പണ്ട് ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ കൂട്ടി എന്ന് പറഞ്ഞ് സമരം ചെയ്ത ദൃശ്യം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ ഈ ബജറ്റിൽ പോലും പതിവ് വർധനയ്ക്ക് അധികമായി ഗ്യാസ് വില കൂട്ടപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, എല്ലാ കൊല്ലവും കേരളത്തിൽ BJPയുമായി ബന്ധപ്പെട്ട സംഘപരിവാർ നേതാക്കളുടെ പതിവ് വാഗ്ദാനം ഓരോ ജില്ലയിൽ ഓരോ എയിംസ് എന്നാണെങ്കിൽ ഇത്തവണയും പുതിയ എയിംസ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് കേരളത്തെ പരിഗണിച്ചിട്ടേയില്ല. ഇതൊരു ഈ ശ്രീധരനെ പോലൊരാൾ പൊന്നാനിയിൽ പുതിയ അതിവേഗ റെയിലിന്റെ പുതിയ ഓഫീസ് തുറക്കുന്നു പ്രഖ്യാപിക്കുമ്പോൾ അതും ഒരു പ്രഹസനമായി മാറിയിരിക്കുകയാണ്. ഇതിനൊറ്റ വാചകത്തിൽ ഇതൊരു പ്രഹസനം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥലം. ശരി, വളരെ നന്ദി ശ്രീ അനു പ്രതികരിച്ചതിന്. എന്തായാലും എയിംസും ഇല്ല, അതുപോലെ തന്നെ അതിവേഗ റെയിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ, ഇപ്പോൾ ശ്രീ VR അനു പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങളായി തന്നെ നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ് ഈ അതിവേഗ ട്രെയിൻ. കാരണം ഈ ശ്രീധരൻ ഉൾപ്പെടെ നേരിട്ടെത്തി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തതാണ്. പക്ഷേ അതിലേക്കൊന്നും ഇന്നത്തെ ബജറ്റിൽ എന്തായാലും അതിലേക്കൊന്നും എത്തിയിട്ടില്ല എന്ന് വേണം കരുതാൻ. ഈ 2026 ഏപ്രിൽ മുതൽ പുതിയ ആദായ നികുതി നിയമം നിലവിൽ വരും എന്നുള്ളൊരു പ്രഖ്യാപനം മാത്രമാണ് നിലവിലുള്ളത്. ആദായ നികുതി സ്ലാബുകളിൽ മാറ്റമില്ല എന്നുള്ള കാര്യവും നിർമ്മലാ സീതാരാമൻ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ കൃത്യമായി തന്നെ പറഞ്ഞാൽ ഒരു നിരാശ നൽകുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ്, ഒരു ബജറ്റ് അവതരണം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ആകെയുള്ളത് കടലാമ സംരക്ഷണ കേന്ദ്രവും ആയുർവേദ ചികിത്സാ പ്രോത്സാഹനവും മാത്രമാണ്. അതിൽ ഒഴിച്ചു നിർത്തിയാൽ വലിയ പ്രഖ്യാപനങ്ങളിലേക്കൊന്നും കേരളം പോയിട്ടില്ല, കേരളത്തിൽ എത്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. ബിനോയ് തുടരുന്നുണ്ട്. ബിനോയ്, ഈ നേരത്തെ ബിനോയിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ CPMന്റെ അഡ്വക്കേറ്റ് K അനിൽകുമാർ കൂടി ടെലിഫോണിൽ ചേരുകയാണ്. നമസ്കാരം ശ്രീ അനിൽകുമാർ. കേരളം പ്രതീക്ഷിച്ച തരത്തിലേക്കുള്ള പ്രഖ്യാപനത്തിലേക്കൊന്നും പോയിട്ടില്ല. ഒരു നാളികേര പ്രോത്സാഹനവും കടലാമ സംരക്ഷണ കേന്ദ്രവും ആയുർവേദ ചികിത്സാ പ്രോത്സാഹനവും ഇതൊക്കെ തന്നെയാണ് കേരളത്തിന് ലഭിച്ചിരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു ബജറ്റിനെ? അല്ല, കേരളം കാര്യമായി പ്രതീക്ഷിച്ചതായി എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 10 കൊല്ലത്തിലേറെയായി കേരളത്തിന് അവഗണന നിറഞ്ഞ ബഡ്ജറ്റാണ് നരേന്ദ്രമോദിയുടെ കാലത്തുള്ളത്, നിർമ്മലാ സീതാരാമന്റെ കാലത്തുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിന് ലഭിക്കാൻ പോകുന്നത് വട്ടപൂജ്യമായിരിക്കും എന്ന കാര്യം അറിയാം. ഈ സീസൺ അതിവേഗ തീവണ്ടിപ്പാത പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ കൃത്യമായി ചോദിച്ചൊരു ചോദ്യമുണ്ട്. അത്തരമൊരു നീക്കമുണ്ടായിരുന്നെങ്കിൽ ബഡ്ജറ്റിലാണ് വരേണ്ടിയിരുന്നത്. തലേന്ന് തിരുവനന്തപുരത്തെത്തിയ നരേന്ദ്രമോദി അതിനോട് പ്രതികരിക്കുമായിരുന്നു, അദ്ദേഹം അത് പ്രഖ്യാപിക്കുമായിരുന്നു. അത്തരം യാതൊരു നീക്കങ്ങളുമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് കണ്ട് കേരളത്തെ വഞ്ചിക്കാനുള്ള കുതന്ത്രമാണ് ഈ സീസണിലൂടെ ഉണ്ടാക്കിയത് എന്നാണ് ഞങ്ങൾ പ്രതികരിച്ചത്. അതാണ് ഇപ്പൊ തെളിഞ്ഞിരിക്കുന്നത്. നിർമ്മലാ സീതാരാമന്റെ ബഡ്ജറ്റിൽ കേരളത്തിന് അർഹതപ്പെട്ട എയിംസ് സ്ഥലമെടുത്ത് കാത്തിരുന്നിട്ടും നമുക്ക് നൽകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ കേരളം കാലാകാലങ്ങളായി ആവശ്യപ്പെടുന്നതാണ് കേരളത്തിന്റെ നിലവിലുള്ള തീവണ്ടിപ്പാതകളുടെ വികാസം. അതിനെത്ര പണം തരുന്നുണ്ട്? യാതൊരുവിധ നടപടിക്രമങ്ങളും കേരളത്തിന് അനുകൂലമായി നൽകാൻ തയ്യാറല്ല. വിഴിഞ്ഞത്തിന് അധിക സഹായം നൽകാൻ തയ്യാറല്ല. നമ്മുടെ വ്യാവസായിക രംഗത്ത് വളരെ കുതിപ്പേറിയൊരു കേരളമാണ്. ആ കുതിപ്പിനൊത്ത് കേരളത്തിന് പിന്തുണ നൽകാൻ തയ്യാറല്ല. അവസാനം ഇപ്പൊ റെയറെടുത്ത് ഇടനാഴിയിൽ കേരളം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് സൗജന്യമല്ല. റെയറെടുത്തുള്ള സ്ഥലം കേരളമായതുകൊണ്ട് കേന്ദ്രത്തിന് കേരളത്തെ ഒഴിവാക്കാനായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതൊരു സൗജന്യമല്ല. അതുകൊണ്ട് തന്നെ കേരളത്തെ വെല്ലുവിളിക്കുന്ന ബഡ്ജറ്റാണ്. ആ ബഡ്ജറ്റ് കേരളത്തെ ജനങ്ങൾ കണ്ണു തുറന്ന് കാണുകയാണ്.
എങ്ങനെയാണ് കേരളത്തോട് ഈ കേന്ദ്ര സർക്കാർ വിവേചനത്തോടെ വീണ്ടും വീണ്ടും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് BJP ഗവൺമെന്റ് എന്നുള്ളത് വ്യക്തമാവുകയാണ്. ശരി, വളരെ നന്ദി ശ്രീ അനിൽകുമാർ പ്രതികരിച്ചതിന്. അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു അവഗണന മാത്രമാണ് ലഭിച്ചത്. കേരളത്തിന് എന്തെങ്കിലും നൽകും എന്നുള്ളൊരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ ശ്രീധരൻ്റെ പ്രഖ്യാപനമൊക്കെ ഉണ്ടായിരുന്നത്. ഈ അതിവേഗ റെയിൽപാതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ചർച്ച നടത്തിയത്. പക്ഷേ അതിലേക്കൊന്നും ഇന്നത്തെ ഈ ബജറ്റിൽ പോയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ എയിംസിൻ്റെ കാര്യവും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ എയിംസിനെ കുറിച്ചുള്ള ഒരു ചർച്ചയുമൊക്കെ വന്നതാണ്. എവിടെയാകും എയിംസ് ലഭിക്കുക എന്നുള്ളതായിരുന്നു ചർച്ച. പക്ഷേ കേരളത്തിൽ എവിടെയും എയിംസ് പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ബജറ്റിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ BJP പ്രതിനിധി വിനീത ഹരിഹരൻ കൂടി ടെലിഫോണിൽ ചേരുകയാണ്. നമസ്കാരം ശ്രീ വിനീത. ഈ ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും ലഭിച്ചില്ല എന്ന് പറയുമ്പോഴും മറ്റു പ്രഖ്യാപനങ്ങൾ ഈ ആയുർവേദത്തിനെ സംബന്ധിച്ചായാലും അല്ലെങ്കിൽ നാളികേര പ്രോത്സാഹനം അങ്ങനത്തെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കേരളത്തിന് പ്രയോജനപ്പെടുത്താവുന്ന കാര്യങ്ങളല്ലേ ഇന്നിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്? അതെ, തീർച്ചയായിട്ടും ഇതിപ്പോ എല്ലാ കാര്യങ്ങളും തന്നെ കേരളത്തിലേക്ക് മെച്ചപ്പെടുത്താനുള്ള ഒരു അനൗൺസ്മെന്റ് ആയിരുന്നു. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ റെയർ എർത്ത് കോറിഡോറും ക്രിട്ടിക്കൽ മിനറൽ ഫോക്കസ് ഒരു ഇതിൽ കേരള സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫിനാൻസ് മിനിസ്റ്റർ. അത് റെയർ എർത്ത് കോറിഡോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ട് ഡിപ്പെൻഡൻസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ആയിരുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു ബജറ്റ് തന്നെ നീക്കി വെച്ചിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ ബജറ്റിൽ. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ സ്പെൻഡിങ്ങും 12.2 ട്രില്യൺ ആക്കിയിട്ടുണ്ട്. അതിലും കേരളത്തിന് ബെനിഫിറ്റ് ഉണ്ടാവും. പോർട്ട് ലോജിസ്റ്റിക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ആയിരിക്കും അതിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ടൂറിസം ഫോക്കസിന്റെ ഒരു ബജറ്റ് ആയിരുന്നു. ഇക്കോ ടൂറിസം ട്രെയിൽസും എൻഹാൻസ് ട്രെയിനിങ് ഫോർ 10,000 ടൂറിസ്റ്റ് ഗൈഡ്സ്, അതും കേരളത്തിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയാം. പിന്നെ അതില്ലാണ്ട് തന്നെ ഇലക്ട്രോണിക്സിന് വേണ്ടിയിട്ട് 40,000 crore ഇലക്ട്രോണിക്സ് PLI കോമ്പണന്റ് മാനുഫാക്ചറിംഗ് ബൂസ്റ്റിംഗ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലും കേരളത്തിന്റെ IT പാർക്സിന് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാക്കാം. പിന്നെ ബയോഫാമയുടെ മേഖലയിലും ആദ്യത്തെ അനൗൺസ്മെന്റ് അതായിരുന്നു ഫൈനാൻസ് മിനിസ്റ്ററിന്റെ. അതിലും കേരള ക്യാൻ ടേക്ക് അഡ്വാൻറ്റേജ്. പിന്നെ ഓഫ് കോഴ്സ് ടെക്സ്റ്റൈൽസ്, ട്രൈബൽ ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്, അതിലും ഖാദിക്ക് വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ബജറ്റ് ഉണ്ടായിരുന്നു ബ്രാൻഡിങ്ങും മാർക്കറ്റിങ്ങിനും വേണ്ടിയിട്ട്. അതിലാണ്ട് നിരവധി കാര്യങ്ങൾ കേരളത്തിന് വേണ്ടിയിട്ടും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. പിന്നെ കാർബൺ ക്യാപ്ചർ 20,000 crore കാർബൺ ക്യാപ്ചറിന്റെ ഒരു പ്രോഗ്രാം കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും കേരള ലീഡ് എടുക്കാം. അതില് സോഷ്യൽ സെക്ടറിലും ആണെങ്കിലും അങ്ങനത്തെ കുറെ അനൗൺസ്മെന്റ്സ് നമ്മുടെ ഷീ ഓൺടർപ്രണേഴ്സ് മീൻസ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഓൺടർപ്രണർഷിപ്പ്, ഇപ്പൊ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിന്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു കാര്യങ്ങളാണ് ഓൺടർപ്രണർഷിപ്പ് സ്കില്ലിങ്ങിന് വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു എൻഹാൻസ്ഡ് ബജറ്റ് ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ കോക്കനട്ടിന്റെ കാര്യം പറഞ്ഞു, കോക്കനട്ടും കാഷ്യൂവിന്റെ കാര്യം പറഞ്ഞു. അതിലും കേരളത്തിനായിരിക്കും അതിന്റെ അഡ്വാൻറ്റേജ്. അപ്പോ ഓൾറൗണ്ട് നോക്കുകയാണെങ്കിൽ കേരളത്തിന് വളരെയധികം അഡ്വാൻറ്റേജസ് ഉള്ള ബഡ്ജറ്റ് ആയിരുന്നു. പിന്നെ ആയുർവേദ കേന്ദ്രത്തെ കുറിച്ചും പറഞ്ഞു, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ, അതിലും കേരള പ്രോആക്റ്റീവായിട്ട് അപ്രോച്ച് ചെയ്താൽ നമുക്ക് തന്നെ ആയിരിക്കും ആദ്യത്തെ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ വേണമെങ്കിൽ നമുക്ക് കേരളത്തിൽ കൊണ്ടുവരാവുന്നേ ഉള്ളൂ. നമുക്കത് പ്രോആക്റ്റീവായിട്ട് സെൻട്രൽ ഗവൺമെന്റ് അപ്രോച്ച് ചെയ്താൽ കേരളത്തിനായിരിക്കും അത് ഫസ്റ്റ് പ്രിഫറൻസ് കിട്ടുന്നുണ്ടാവുക. ചോദിക്കട്ടെ, അതായത് ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെയാണ് ഈ എയിംസ് പ്രഖ്യാപനം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്കൊക്കെ എത്തിച്ചത്. പക്ഷേ എയിംസും ഈ ബജറ്റിൽ നമ്മൾ പ്രഖ്യാപിക്കുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ലല്ലോ. അല്ല, എയിംസ് അത് നമ്മൾ അത് സ്റ്റേറ്റ് ഗവൺമെന്റ് കൂടിയും പ്രോആക്റ്റീവായിട്ട് അത് സ്റ്റെപ്പ് എടുക്കണം. അതിന്റെ പ്രപ്പോസൽസിനും കാര്യങ്ങളും കൃത്യമായിട്ട് കൊടുക്കണം. DPRും കാര്യങ്ങളും ലാൻഡ് ഐഡന്റിഫിക്കേഷനും അതൊക്കെയാണ് അതിന്റെ പ്രശ്നം. മൈക്രോ ഡീറ്റെയിൽസ് ആണ്. അതൊക്കെ എയിംസ് സാങ്ഷൻ ചെയ്യാൻ റെഡി ആയിട്ട് ഇരുന്നതായിരുന്നു. പക്ഷെ അത് എന്തായിരുന്നു കേരളത്തിന് എന്തായിരുന്നു കുറവുകൾ വന്നതെന്ന് വെച്ചാൽ അത് എക്സാമിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ശരി, എന്തായാലും ഈ പറഞ്ഞ പോലെ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ പറയുന്നത് പോലെ ഈ പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നുമല്ല ലഭിച്ചത് എന്നുള്ളതാണ്. പക്ഷേ ഈ പ്രഖ്യാപിച്ചതിൽ ഏതൊക്കെ ഇനി കേരളത്തിന് കൂടി പ്രയോജനകരമാകും, എങ്ങനെ പ്രയോജനപ്പെടുത്തും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. വളരെ നന്ദി ശ്രീ വിനീത പ്രതികരിച്ചതിന്. കേന്ദ്ര ബജറ്റിൻ്റെ പ്രഖ്യാപനമാണ്. 1 മണിക്കൂർ 26 മിനിറ്റ് ആയിരുന്നു ഇന്നത്തെ കേന്ദ്ര ബജറ്റിൻ്റെ പ്രഖ്യാപനം ഉണ്ടായിരുന്നത്. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചത്. അതിൽ പക്ഷേ കേരളത്തിന് ഒരു നിരാശയാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്
പൊതുവെ സാമ്പത്തിക വിദഗ്ധരുൾപ്പെടെ അഭിപ്രായപ്പെടുന്നത്. ഇനി ഈ പ്രഖ്യാപനങ്ങളൊക്കെ കേരളത്തിലും കൂടി പ്രയോജനകരമാകുമോ എന്നുള്ളതാണ് ഇനി വരും സമയങ്ങൾ അറിയേണ്ടത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.